ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇപ്പോഴും ശക്തരാണ് എന്നാണ് വരുന്ന വാർത്തകൾ. ഈ ഹമാസ് എന്ന സംഘടന ഏത് രീതിയിൽ ആക്രമണങ്ങൾ തൊടുത്തുവിടും എന്നതിൽ അവ്യക്തതയുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയിലെ രഹസ്യാന്വേഷണ ഏജൻസികളാണ്. കാരണം ഇത്രയ്ക്കും വൻകിട നേതാക്കളെയൊക്കെ ഇസ്രായേൽ വകവരുത്തിയിട്ടു. ഇപ്പോഴും ഇസ്രായേൽ വെല്ലുവിളിച്ചുകൊണ്ട് തുടർന്ന് മുന്നോട്ട് പോകുമ്പോഴും ഹമാസ് ഭീകരർ ഒരു പൊടിക്കും അടങ്ങുന്നില്ല. അവരുടെ കയ്യിൽ വലിയ രൂപത്തിൽ ആയുധ ശേഖരങ്ങളും അവരെ സഹായിക്കാൻ ഒരുപാട് രാജ്യങ്ങളും ഉണ്ട് എന്നത് നേരെ. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന ഹമാസ് പ്രവർത്തകരുടെ മരണസംഖ്യ പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പിനെ ഇല്ലാതാക്കുക എന്ന ഇസ്രായേലിന്റെ ലക്ഷ്യത്തിന് ശരിയാകുന്നതല്ല എന്നാണ് ഏജൻസികൾ വിലയിരുത്തുന്നത്. ലക്ഷക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, കോടിക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയാലും ശരി, ഹമാസ് പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. യുദ്ധം മാസങ്ങളോളം നീണ്ടു നിന്നാലും അവസാനത്തെ ഹമാസ് ഭീകരനെയും തുടച്ചു നീക്കിയിട്ടേ യുദ്ധം അവസാനിക്കൂ എന്ന് നെതന്യാഹു പറയുമ്പോൾ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം മാസങ്ങളോളം നീണ്ടു നിന്നാലും ശരി, അതിനെ പ്രതിരോധിക്കാനുള്ള ആയുധ ശേഖരം ഹമാസിന്റെ പക്കലുണ്ടെന്നും ഗാസയിലെ ചില ഇടങ്ങളിലായി ഹമാസ് പ്രത്യേക പോലീസ് സേനയെ വിന്യസിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് എന്നുമാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. 20,000-ത്തിലധികം പലസ്തീൻ പൗരന്മാരെ കൊന്നൊടുക്കിയിട്ടും ഏതാണ്ട് 25,000-ഓളം എത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന് US ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. തന്ത്രപരമായിട്ടാണ് ഹമാസ് ഇസ്രായേലിനെതിരെ പൊരുതുന്നതെന്നും ഏജൻസികൾ വെളിപ്പെടുത്തി. സൈനികരെ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് സൈനിക നടപടികൾ നടത്തുന്നതെന്നും ഇസ്രായേലി സൈനികർക്ക് നേരെ ആക്രമണം നടത്തുന്നതെന്നും ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അമേരിക്കൻ സൈനിക സിദ്ധാന്തമനുസരിച്ച് 25,300-ഓളം ആളുകൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ 2,530% സൈനികരെ നഷ്ടപ്പെടുന്ന ഒരു പരമ്പരാഗത സേനയെ യുദ്ധം ഫലപ്രദമല്ലാത്തതായി കണക്കാക്കുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. എന്നാൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂപ്രദേശങ്ങളിലും ഗാസ മുനമ്പിന് കീഴിലുള്ള 100 കണക്കിന് തുരങ്കങ്ങളിലും നിന്നുകൊണ്ടാണ് ആക്രമണങ്ങൾ നടത്തുന്നതെന്നാണ് അമേരിക്കയിലെ റിട്ടയേർഡ് ആർമി ജനറൽ ജോസഫ് വോട്ടൽ പറയുന്നത്. ഹമാസിന് ഇനിയും ചെറുത്തു നിൽക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈന്യത്തിന്റെ 20 മുതൽ 30% വരെയുള്ള പ്രവർത്തകർ ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് വ്യക്തമാക്കുന്നത്. ഗാസയിലെ സൈനിക നടപടികൾക്കിടയിൽ വർദ്ധിച്ച തോതിൽ സൈനികരെ നഷ്ടപ്പെടുന്നതിനെ തുടർന്ന് ഗോലാനി ബ്രിഗേഡ് അടക്കമുള്ള സൈനിക ഗ്രൂപ്പുകളെ ഇസ്രായേൽ സർക്കാർ പലസ്തീനിൽ നിന്ന് പിൻവലിച്ചെന്നും അദ്ദേഹം പറയുന്നു. ഹമാസ് ഭീകരർ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ലെന്നും ഇസ്രായേൽ സൈന്യം അത് ഹൈഡ് ചെയ്തു വയ്ക്കുകയാണെന്നും ഹമാസ് ആരോപിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൽ നിരന്തരമായി ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങളിൽ നഗരത്തിലെ വ്യവസായ മേഖല പൂർണ്ണമായും തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ദിവസേനയുള്ള സൈന്യത്തിന്റെ റെയ്ഡുകളും കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങളും പലസ്തീനികളുടെ കൊലപാതകങ്ങൾ എന്നിവ വ്യവസായത്തെ സാരമായി ബാധിച്ചതായിട്ടാണ് വിലയിരുത്തൽ. പലസ്തീനിലെ ഉൽപാദന മേഖലയിൽ 60% കുറവുണ്ടായതായി പലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ചൂണ്ടിക്കാട്ടി. കൂടാതെ ഗാസയിലെ ഇസ്രായേലി ആക്രമണത്തിന്റെ ആദ്യ മാസങ്ങളിൽ പലസ്തീനിലെ മൊത്തത്തിലുള്ള സാമ്പത്തിക നഷ്ടം ഏകദേശം 1.5 ബില്യൺ ആയിരുന്നുവെന്നും ഇത് ഏകദേശം $25 ബില്യൺ തുല്യമാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ ചെക്ക് പോസ്റ്റുകൾ ഗാസയിൽ നിന്നുള്ള കയറ്റുമതി തടയുന്നത് പലസ്തീൻ നഗരങ്ങളും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള ആഭ്യന്തര ഗതാഗതത്തിന്റെയും ഷിപ്പിംഗിന്റെയും ചെലവ് വർദ്ധിപ്പിച്ചതായും രേഖകൾ വ്യക്തമാക്കുന്നു. പേടിച്ചുകൊണ്ടാണ് വ്യവസായികൾ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതെന്നും മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്നും പലസ്തീനിലെ വ്യവസായ യൂണിയനുകൾ ചൂണ്ടിക്കാണിച്ചു.
നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന്റെ അതിക്രമങ്ങളും നടപടികളും നഗരത്തിലെ വ്യവസായത്തെ തകർത്തെന്നും സാധാരണ രീതിയിൽ ബിസിനസ് നടത്താൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചെന്നും പലസ്തീനി പൗരന്മാർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു. ഇസ്രായേൽ ആക്രമണം വ്യവസായ ഉൽപാദനത്തിലും അതിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നതായി വെസ്റ്റ് ബാങ്കിലെ 3 വലിയ അലൂമിനിയം ഫാക്ടറികളിൽ ഒന്നിന്റെ മാനേജർ മുഹനാദ് നെഹ്റൂക്ക് പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. പല മാധ്യമങ്ങളും യഥാർത്ഥ വാർത്തകൾ മുക്കുകയാണെന്നും ശരിക്കുള്ള വാർത്തകൾ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും ഹമാസും ഇസ്രായേലും ഒന്നുപോലെ ആരോപിക്കുകയാണ്. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ യുദ്ധത്തിൽ ഇസ്രായേൽ ഭരണകൂടം കുറഞ്ഞത് 94 യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരെയും 100 കണക്കിന് അധ്യാപകരെയും 1000 വിദ്യാർത്ഥികളെയും കൊലപ്പെടുത്തിയതായി സ്വതന്ത്ര മനുഷ്യാവകാശ സംഘടനയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. ആക്രമണത്തിന്റെ 107ാം ദിവസമായ ശനിയാഴ്ച നടത്തിയ പ്രസ്താവനയിലൂടെയാണ് യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ വിവരങ്ങൾ പുറത്തുവിട്ടത്. ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. ഇസ്രായേൽ സൈന്യം പലസ്തീനിലെ അക്കാഡമിക്, ശാസ്ത്ര, ബൗദ്ധിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ ലക്ഷ്യം വെച്ചു. മുന്നറിയിപ്പ് കൂടാതെ അവരുടെ വീടുകളിൽ ബോധപൂർവമായ വ്യോമാക്രമണങ്ങൾ നടത്തി. ഇത്തരം വ്യക്തികളെ ലക്ഷ്യം വെച്ചതിന് പിന്നിൽ പ്രത്യേക കാരണങ്ങൾ ഒന്നുമില്ല എന്ന് പ്രൈമറി ഡേറ്റ സൂചിപ്പിക്കുന്നു. യൂറോമെഡ് പറയുന്നതിനനുസരിച്ച് ഇസ്രായേൽ ഭരണകൂടം അധിനിവേശത്തിനിടയിൽ ഗാസയിൽ സർവകലാശാലകളെല്ലാം തന്നെ വളരെ ആസൂത്രിതമായിട്ടാണ് നശിപ്പിച്ചത്. 231 അധ്യാപകരുടെയും 4327 വിദ്യാർത്ഥികളുടെയും ജീവൻ യുദ്ധം അപഹരിച്ചതായി ഗാസ ആസ്ഥാനമായിട്ടുള്ള പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട്. സർവകലാശാലകൾ, സ്കൂളുകൾ, ലൈബ്രറികൾ, അതുപോലെ ആർക്കൈവുകൾ എന്നിവയെല്ലാം നശിപ്പിക്കപ്പെട്ടു. സാംസ്കാരികവും ചരിത്രപരവുമായ പലസ്തീന്റെ സമ്പാദ്യം മനഃപൂർവ്വം നശിപ്പിക്കുന്നത് ഗാസ മുനമ്പിനെ വാസയോഗ്യമല്ലാതാക്കി മാറ്റാനുള്ള ഇസ്രായേലിന്റെ ആസൂത്രിതമായ നയത്തിന്റെ ഭാഗമാണെന്നും യൂറോമെഡ് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ മനം നൊന്തിരിക്കുന്നത് തുർക്കിയിലെ എർദോഗാനാണ്. എർദോഗാൻ എപ്പോഴും കാണുന്നത് ഹമാസിനെ അങ്ങോട്ടാക്രമിക്കുന്ന ഇസ്രായേലിനെ മാത്രമാണ്. ഇസ്രായേലിനെ കൂട്ടം ചേർന്ന് വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എർദോഗാൻ കാണുന്നില്ല. അത് ഇറാനും കാണുന്നില്ല, ഖത്തറും കാണുന്നില്ല. ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലകൾക്കും അതിക്രമങ്ങൾക്കും നേരെ കണ്ണടയ്ക്കുന്നവരെല്ലാം ദുഃഖിക്കേണ്ടി വരുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ പ്രഖ്യാപിച്ചു. ഗാസയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 25,000-ഓളം നിരപരാധികളാണ് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. ഇതെല്ലാം നിശബ്ദമായി കണ്ടുനിന്ന എല്ലാവരും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് എർദോഗാൻ പറഞ്ഞു. ഗാസ വിഷയത്തിൽ ഏറ്റവും മോശമായ ഇടപെടൽ നടത്തിയ പാശ്ചാത്യ രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സുരക്ഷാ സ്ഥാപനങ്ങൾക്കും വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് പ്രസംഗിക്കുന്നവരെല്ലാം തന്നെ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് മുതൽ മൗനം പാലിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്ന വംശഹത്യ കണ്ടാസ്വദിക്കുകയാണ് അവർ. ഇറാഖ്, ബോസ്നിയ, സിറിയ, യമൻ, മ്യാൻമാർ, സൊമാലിയ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചത് തന്നെ പലസ്തീനും സംഭവിക്കുന്നു. അന്താരാഷ്ട്ര സുരക്ഷ ഉറപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. സിറിയയിലെയും ഇറാഖിലെയും ഭീകരത പൂർണ്ണമായും അവസാനിക്കുന്നതുവരെ ഞങ്ങൾ തീവ്രവാദത്തിനെതിരായ പോരാട്ടം തുടരുമെന്ന് തുർക്കി പ്രസിഡന്റ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഏകദേശം 85% ഗാസക്കാരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടത്. അവരെല്ലാം ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ പാർപ്പിടമില്ലാതെ ജീവിക്കുന്നു. സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് പ്രദേശത്തേക്ക് പ്രവേശിക്കുന്ന സഹായ ട്രക്കുകളുടെ എണ്ണത്തിൽ പകുതിയിൽ താഴെ മാത്രമാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഗാസയെ ജീവിച്ചിരിക്കുന്ന ശ്മശാനമാക്കി മാറ്റിയതിന് പിന്നിൽ ഹമാസ് എന്ന ഭീകര ഭരണകൂടമാണ് എന്നത് പലപ്പോഴും എല്ലാവരും മറന്നു പോകുകയാണ്. പ്രതിരോധിക്കാനുള്ള, പ്രത്യാക്രമണം നടത്താനുള്ള, സ്വന്തം രാഷ്ട്രത്തെ സംരക്ഷിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെയാണ് തുർക്കിയും ഖത്തറും മറ്റ് അറബ് രാജ്യങ്ങളും ഇറാനും ഒക്കെ ഒരുമിച്ച് ചേർന്നതുകൊണ്ട് പ്രതിരോധിക്കുന്നത്. നന്ദി.